കൂട്ടുകാരെ, ഇനി എങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്? സൂപ്പർ ടേസ്റ്റിൽ ഒരു ചൂര ഫിഷ് പെരട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്രയും ചൂര കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചൊരു വിഭവം തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വരും. അതൊരു ഐഡിയക്ക് ഇടുക. ഒരു 10 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്ത് അടിച്ചെടുക്കുക. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ശകലം നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ശകലം മതി. ശകലം മതി എന്ന് പറഞ്ഞാൽ ഇനി പുളി ഇടും. എന്തായാലും നാരങ്ങ നീര് ഒഴിച്ചാൽ ഇച്ചിരി പുളി ഇടണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോഴൊരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തത്. ഇതിനെ ഇനി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല വൃത്തിയായിട്ടൊന്ന്. ഓക്കെ, ഇതിനി ഒന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ ഒന്നുമല്ല. 1/4 ടീസ്പൂണ്. ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ മുളക് കൂടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിനെ അങ്ങ് മാറ്റാം. ഞാൻ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിക്കാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കാതെ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്.
അതിനെ ജാറിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകലം കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പുരട്ടി വെച്ച മീനിനെയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട. ഞാൻ അവിടെ ഫിഷ് മൊത്തം പറക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തെല്ലാം 3-4 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഉലുവ കൂടി പോകരുത്. ശകലം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 10 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും ചതച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ഒരു 10-15 എണ്ണമൊക്കെ വരും. അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ കൊച്ചുള്ളി തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് ടേസ്റ്റ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ചാണ് എടുത്തത്. കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ കൊച്ചുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചവെള്ളം നല്ലപോലെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റിയിട്ട് തന്നെ അരച്ചെടുത്ത് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് മീനെ ഇട്ട് കൊടുക്കാം. അപ്പോഴും മീന് പൊടിഞ്ഞു പോവാതെ വേണം ഇത് ശരിയാക്കി എടുക്കാൻ. വളരെ സാവകാശത്ത് വേണം. ഇതാണ് നമ്മുടെ മീൻ പെരട്ട്. അപ്പോഴും മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ സമയം ഉപ്പുണ്ടാന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കാം. ഇതാണ് സൂപ്പർ ടേസ്റ്റിലുള്ള ചൂര ഫിഷ് പെരട്ട്. അപ്പോഴതിൽ ഈ അരപ്പൊക്കെ ഒന്ന് പെരണ്ടിരുന്നാൽ മതി, അല്ലാതെ കുത്തിയങ്ങോ മീനൊന്ന് കുത്തി ഉടക്കണ്ട. പിന്നെ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ കുറച്ച് സമയം വെച്ചിരിക്കണം. പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴും നമ്മുടെ ചൂര ഫിഷ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. അപ്പോഴും ഇത് തന്നെ മതി. കണ്ടല്ല, സൂപ്പർ ടേസ്റ്റ്. ഇനി ഇതിൽ മസാലയൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങി പിടിച്ചതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാൻ. ഒരു സൂപ്പ്